ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കൊരു സൂപ്പർ വീക്കായിരുന്നല്ലേ കഴിഞ്ഞത്. ഓരോ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് നമ്മുടെ തംബ്നെയിൽ നോക്കിയാൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഈവൻ ബുള്ളിൻ്റെ ഫോട്ടോ വെച്ച് തന്നെയായിരുന്നു ഞാൻ ലാസ്റ്റ് വീക്ക് തുടങ്ങിയപ്പോൾ തന്നെ. ഈവൻ സൺഡേ മീൻസ് മൺഡേയിലെ മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിൻ്റെ സൺഡേ തന്നെ നമ്മുടെ പ്രീ മാർക്കറ്റ് ഷോയിൽ പറഞ്ഞായിരുന്നു ബുള്ള് ഇൻ കൺട്രോളിലാണ്. ആൻഡ് ഓരോ കാര്യങ്ങളും പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് വീക്ക്നെസ് കാണിച്ചത്. ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു സപ്പോർട്ട് ലെവൽ എടുക്കും. അപ്പോൾ ആ ബുള്ളും ആ ഒരു ബിയറും കൂടിയുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഡിസ്കസ് ചെയ്യാൻ മാത്രമല്ല, അതിന് മുമ്പ് തന്നെ നമ്മൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മീൻസ് ഓരോ മാർക്കറ്റ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ നേരത്ത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇങ്ങനെയാണ്, ആ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. ഏതൊരാൾ ആഗ്രഹിക്കുന്നത് അതാണ്. അതായത് നാളത്തെ മാർക്കറ്റ് എന്തായിരിക്കും എന്നായിരിക്കും എല്ലാവരും ഒരു വീഡിയോ വെച്ച് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ലെവൽസ് മാത്രം കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയണം. സ്മാർട്ട് മണീസ് എങ്ങനെയാണ് മാർക്കറ്റിനെ നോക്കിക്കണ്ടേക്കണതെന്ന് മനസ്സിലാവണം. അപ്പോൾ അവരോടൊപ്പം ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഈവൻ ലൈവ് ട്രേഡിലാണെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിലും പറഞ്ഞിരുന്നു. കുറേ പേരൊക്കെ മീൻസ് നമ്മുടെ കൂടെ വന്ന കുറേ പേര് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈവൻ നമ്മുടെ PNL-ലൊക്കെ അതും അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാം എന്നുള്ളതിൽ ഞാൻ ലൈവ് മാർക്കറ്റും കൂടി നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് സോൺസ്, അതായത് ലെവൽസ് മനസ്സിലാക്കാം. ചെറിയൊരു നമുക്കൊരു ലൈൻസ് വരച്ച് നോക്കണമെങ്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ലൈൻസ് കാണും. മീൻസ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാവാണ്ട് നമ്മൾ കുറേ സ്ഥലത്ത് ഇപ്പോൾ 520, 530 അങ്ങനെയുള്ള പല ലെവൽസും ഉണ്ടാവും. ഈവൻ 620 അങ്ങനെ ഈ 618, 612 അതൊക്കെ നിങ്ങളുടെ ചാർട്ട് കുറേ വരച്ചിടുക എന്നുള്ളതിൻ്റെ മാത്രമേ അവിടെ ഉദ്ദേശമുള്ളൂ. അതിന് പകരം ക്ലീൻ ചാർട്ടാക്കി വെക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ട്രേഡിൽ കയറുക. ഈവൻ കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ആ ലെവലിൽ കയറുക. നമ്മൾ ലാസ്റ്റത്തെ തേഴ്സ്ഡേ ഉള്ള നമ്മുടെ വീഡിയോ എടുത്ത് കാണാൻ നമ്മൾ ഫ്രൈഡേ ഓൾമോസ്റ്റ് കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ലെവൽസിലൊക്കെ കാര്യങ്ങളൊക്കെ ഈവൻ നമ്മൾ ലൈവ് ട്രേഡിൽ വന്നപ്പോഴാണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് അനീഷ് ബ്രോ അങ്ങനെ മിക്കവരും അന്ന് ട്രേഡ്സ് ഒഴിവാക്കി. സോ അതും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പയറി ഡേ ആണെങ്കിൽ നമുക്ക് കോൾ ബട്ടർഫ്ലൈ ഒക്കെ അന്ന് അടിപൊളിയായിട്ട് ചെയ്യായിരുന്നു. ബട്ട് അന്ന് പ്രത്യേകിച്ച് അതിന് സെൻസെക്സ് എന്തോ എക്സ്പയറി ഉണ്ട്. ബട്ട് ഒരുപാട് എക്സ്പയറീസും നോക്കുന്നില്ല. നമുക്കൊരു നല്ലൊരു പെർസെൻറ്റേജ് ഞാൻ പ്രോഫിറ്റ് കഴിഞ്ഞ വീക്ക് അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഒരു പെർസെൻറ്റേജ് നമുക്കൊരു വീക്കിൽ കിട്ടുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളൊരു ഡിസിപ്ലിൻ പാലിക്കും. നമ്മളെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ട്രേഡിങ് ജേണി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ആവില്ല. നമുക്ക് മാർക്കറ്റ് അനാലിസിസ് ചെയ്തൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു അനാലിസിസ്, ഈ പ്രീ മാർക്കറ്റ് ഷോ ഒക്കെ നമ്മൾ അതിന് വേണ്ടി നടത്തുന്നത്. അപ്പോൾ മീൻസ് മൺഡേയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നമുക്കൊന്ന് പറയാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറയണം. ഇതിന് ഈ വീക്ക് മാത്രമല്ല, നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൺസോൾട്ടേഷൻ പറയുന്ന സമയത്തൊക്കെ ആ കറക്റ്റ് എക്സാക്റ്റ് കൺസോൾട്ടേഷൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ എക്സ്പയറീസ് ആണെങ്കിൽ നമ്മൾ കോൾ ബട്ടർഫ്ലൈ എടുക്കുന്നുണ്ട്. ആ പ്രോഫിറ്റ് എല്ലാം ഞാൻ മാക്സിമം നിങ്ങൾക്ക് സെൻസിബിൾ കൂടിയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മീൻസ് ഓരോരുത്തർക്കും എൻ്റെ പ്രോഫിറ്റ് എല്ലാവർക്കും ഓരോ മീൻസ് ലോഡ് സൈസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർ അറിഞ്ഞാൽ ഈവൻ അങ്ങനെ നമുക്ക് ഒരു ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയാണ് മാക്സിമം നോക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഒരുപാട് ലൈൻസ് വരച്ചിട്ടോ നിങ്ങൾ ചെറിയ ചെറിയ പോയിൻറ്റ്സിന് വെയിറ്റ് ചെയ്തിട്ടോ മീൻസ് നമ്മൾ ട്രേഡിങ്ങിന് കുറേ കൺഫ്യൂസ്ഡ് ആക്കുക എന്നല്ലാണ്ട് നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം എന്നുള്ള ലെവൽസിലേക്കൊക്കെ വരും. കുറച്ചും കൂടി ഒരു നല്ലൊരു സെറ്റപ്പിലിരുന്ന്, അതായത് നല്ല കൂളായിട്ടിരുന്ന് നമുക്ക് വേണം ട്രേഡ് ചെയ്യാൻ. പക്ഷേ ട്രേഡിങ് ഡെഫിനറ്റ്ലി ഒരു സ്കില്ല് തന്നെയാണ്. ബട്ട് അതൊരു വലിയൊരു മല പോലെയൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു
ക്ലാസ് കാര്യങ്ങളും കൂടി നമ്മുടെ ചാനലിലൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കതിൽ പ്രൈസ് ആക്ഷനും സ്ട്രാറ്റജീസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിലൊന്ന് ഇതാണ് ചെയ്യാൻ പറഞ്ഞത്. അതായത് ഒരു പോളാണ് ഇട്ടത്. അപ്പോൾ എത്ര പേര് അതിൽ ഇൻട്രസ്റ്റഡ് ആവുമെന്ന് കണ്ടാൽ നോ വേണമെങ്കിൽ നോയും കൊടുക്കാം, നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആവുമെന്ന് കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാം. മാർക്കറ്റ് മാത്രമല്ല സ്റ്റോക്കും, അതായത് ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സ്റ്റോക്കും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെ ബ്രേക്ക് ഔട്ട് എല്ലാം നമുക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് നടത്താം. സ്ട്രാറ്റജീസ് എന്തൊക്കെ ഉപയോഗിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ക്ലാസ്സാണ്. മീൻസ് ആരുടെ അടുത്തൊന്നും പൈസ മേടിച്ചൊന്നും ചെയ്യുന്നതല്ല. കുറച്ച് വർക്ക് എനിക്ക് എക്സ്ട്രാ വരും, കാരണം ക്ലാസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. ബട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു പോളിൽ എന്തായാലും ഒന്ന് മീൻസ് ഒന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. എന്തായിക്കോട്ടെ, അത് നിങ്ങൾക്ക് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അതിലൊന്ന് പറയാം. അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നേരത്തെ ലാസ്റ്റ് ഫ്രൈഡേ ഞാൻ ഈവനിങ് കൊടുത്തിട്ടുണ്ട്. ഒരു 20-21 പേരോളം അത് കണ്ടിട്ടുണ്ട്. ആൻഡ് 10 പേര് അതിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും യെസ് എന്നാണ് പറയണത്. ഓൾമോസ്റ്റ് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരും കൂടി അതിലൊന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ എനിക്ക് തുടങ്ങാം. മാക്സിമം നമുക്ക് നേരത്തെ തന്നെ ആ ക്ലാസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ പോകാം. അതോടൊപ്പം തന്നെ ലൈവ് ട്രേഡിങ്ങിലും മാക്സിമം എല്ലാ ദിവസവും വരാനും നോക്കാം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ അനാലിസിസിലേക്ക് പോകാം. ഫ്രൈഡേ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഒരു ഫ്ലാറ്റ് ഡേ ആയിരുന്നു. വലിയ മൂവ്മെൻ്റ് ഇല്ല, ബട്ട് 49-ഉം 23K ഒക്കെ കാണാൻ പറ്റിയ അടിപൊളി ദിവസം തന്നെയായിരുന്നു. ബിക്കോസ് നമുക്ക് വ്യാഴാഴ്ച 23Kയിലേക്ക് പോയില്ല, ആൻഡ് ഫ്രൈഡേ നമുക്കത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ സംഭവിച്ചു. അതിനുള്ള ആ ചാർട്ടൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 49-ന്ന് ഒന്ന് മേളിലേക്കൊന്ന് പോകാൻ ബാങ്ക് നിഫ്റ്റി ഒന്ന് ശ്രമിച്ചു. ആൻഡ് ഈവൻ സപ്ലൈ സോണിൻ്റെ മേളിലേക്കൊക്കെ ഒന്ന് പോയി, ബട്ട് അവിടെ സ്റ്റേബിൾ ആകാൻ പറ്റിയില്ല. പിന്നെയും താഴേക്കൊക്കെ വന്നു. ഈവൻ 3 o'clock ആണ് ആ ഒരു ഇത് അവസാനിച്ച്. മീൻസ് ആ ഒരു അപ്പ് വന്നിട്ട് ലാസ്റ്റ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആഫ്റ്റർ 3 o'clockന് ശേഷം ഉണ്ടായി. അപ്പോൾ അതൊക്കെയാണ് മാർക്കറ്റ്. ആൻഡ് അപ്പോൾ ഇനി നമുക്ക് മൺഡേയിലേക്കുള്ള ഒരു അനാലിസിസ് ക്വിക്കായിട്ടൊന്ന് നോക്കാം, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് എന്താക്കാം, നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസ് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റി 29th മെയിലെ എക്സ്പയറി വരുന്നത്. ഓക്കെ ഫൈൻ, സോറി നിഫ്റ്റിയല്ല ബാങ്ക്. 30th മെയിലാണ് നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത്. അപ്പോൾ നിഫ്റ്റി അങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിക്ക് 23,000. നമ്മൾ എവിടെ മാർക്കറ്റ് അവസാനിച്ചേക്കണത് 22,950. ഇവിടെ നമുക്ക് കാണാം 22,950 ഓൾമോസ്റ്റ് 950 അവസാനിച്ചേക്കണത്. എവിടെയാണ് മാക്സിമം പുട്ട് റൈറ്റിംഗ് വന്നേക്കുന്നത് ഇവിടെ 23,000. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് തന്നെ വരുന്നത്. ആൻഡ് ഓരോ സ്ട്രൈക്കിലും കോൾ അൺവൈൻഡിങ് കാണാം. ഇതൊക്കെ ഈ ഒരു ഗ്യാപ്പൊക്കെ കോൾ അൺവൈൻഡിങ് ആണ്. അവിടെ നമുക്ക് പുട്ട് റൈറ്റിംഗ് കാണാൻ പറ്റുന്നുണ്ട്. 23,000 കഴിഞ്ഞിട്ടും നമുക്ക് ഹ്യൂജ് കോൾ റൈറ്റിംഗ് ഒന്നും കാണാനും കഴിയുന്നില്ല. അപ്പോൾ നിഫ്റ്റി സ്റ്റിൽ നല്ല ബുള്ളിഷ് തന്നെയാണ് അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ പോയിട്ട് 23,000 എന്താണ് നമുക്ക് കോൾ മാക്സിമം നിൽക്കുന്നത് പുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പുട്ടിന് നമുക്ക് പുട്ട് റൈറ്റിംഗ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാം. ആൻഡ് കോള് അവിടെ സ്റ്റിൽ ഉണ്ട്, ബട്ട് ഈ പറഞ്ഞ മാതിരി അവിടെ കോൾ അൺവൈൻഡിങ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മൺഡേ ആയിരിക്കും അറിയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് എല്ലാ സ്ഥലത്തും സപ്പോർട്ട് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്, ബട്ട് ഹ്യൂജ് സപ്പോർട്ടായിട്ട് വരുന്നത് പിന്നെ 22,500 ആണ്. അപ്പോൾ 22,500 നമ്മൾ ഓൾറെഡി 22,800 ഒരു സ്ട്രാഡിൽ നേരത്തെ നമ്മൾ ഡ്രോ ചെയ്തതാണ്. അപ്പോൾ 800ൻ്റെ അവസ്ഥ എന്താ, 800 കോൾ അൺവൈൻഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 800 ഒരു സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലൈറ്റ് ഗ്രീൻ അവിടെ കൊടുക്കാം. ദെൻ 22,500 സപ്പോർട്ട് ഉണ്ട് ഓൾറെഡി, അതും നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. വലിയ എന്താ പറയുക, നമുക്ക്
ഒരുപാടുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ബുള്ളിഷാണ്. കോൾ അൺവൈൻഡിങ് ഒക്കെ നടക്കുന്നതായിട്ട് നിഫ്റ്റിയിൽ കാണാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ OAS എങ്ങനെയാണ് വന്നേക്കുന്നത് നോക്കാം. ബാങ്ക് നിഫ്റ്റി 29th മെയ്യിൽ എക്സ്പയർ ആവുന്ന ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഈവൻ 49,000-ൽ കോൾ റൈറ്റിംഗ് കുറച്ച് ഹെവി ആയിട്ട് നിൽക്കുന്നു, പുട്ട് റൈറ്റിംഗ് കുറച്ച് ലോ ആണ്. ബട്ട് അവിടെ ബാക്കിയെല്ലാം സ്ട്രൈക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഈവൻ അവിടെയൊക്കെ കോൾ അൺവൈൻഡിങ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ എല്ലാ സ്ട്രൈക്കിലും കോൾ അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അൺവൈൻഡിങ് കണ്ടിന്യൂ ചെയ്താൽ എന്തായാലും ബാങ്ക് നിഫ്റ്റിക്ക് എന്താക്കുന്നുണ്ട്, ബാങ്ക് നിഫ്റ്റി ഇതും ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിക്ക് പിന്നെ വരുന്ന ഒരു ഹഡിലെന്ന് പറയുന്നത് 49,500 സ്ട്രൈക്കാണ്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷാണ്. ബട്ട് കുറച്ചൊരു റെസിസ്റ്റൻസ് 49,000-ൽ ബാങ്ക് നിഫ്റ്റി ഒന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഇവൻ നമ്മൾ പുട്ട് റൈറ്റിംഗ് ഒന്ന് സ്ലൈറ്റായിട്ട് കുറച്ചെങ്ങനെ ഇവിടെ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കോൾ റൈറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ആ കോൾ റൈറ്റിംഗ് കുറച്ച് പുട്ട് റൈറ്റിംഗ് കുറച്ച് ലോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സപ്പോർട്ട് വരുന്നത് 48,500-ൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 48,000 അപ്പോൾ 2 സ്ട്രൈക്ക് വേറെ ഉണ്ട്. 48,500 ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡ്രോ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കോൾ അൺവൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുട്ട് റൈറ്റിംഗ് ഇനിയും കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അവൻ്റെ 48,000-ൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹ്യൂജ് റെസിസ്റ്റൻസ് ആയിട്ട് ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലെവലാണ് 49,500. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. 49,500-ലാണ് ഇനി നമുക്ക് ഒരു കോൾ OA വെച്ചിട്ട് നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് അവിടെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ഫോളോ മീൻസ് അതിൻ്റെ ഇടയിൽ നമ്മൾ പറയണ നമുക്ക് സപ്ലൈ സോൺ കാര്യങ്ങളൊക്കെ മണ്ടേയിൽ വരും. അത് നമുക്ക് ആ ദിവസം നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമ്മൾ ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് FAS ആൻഡ് DASൻ്റെ പൊസിഷൻസ് ഒന്ന് നോക്കാം. FASൻ്റെ ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ നമ്മൾ പറഞ്ഞു ഫ്ലാറ്റാണ്, വലിയ മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആൻഡ് സ്റ്റിൽ ബൈയിങ് വന്നിട്ടുണ്ട്. ബട്ട് സ്ലൈറ്റ്ലി ബൈയിങ്ങിൽ ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് FASൻ്റെ ഭാഗത്ത് നിന്ന്. സ്റ്റിൽ പോസിറ്റിവിറ്റിയാണ്. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ പോസിറ്റീവാണ്. ബട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. വലിയ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും സ്റ്റിൽ അവരെടുത്തിട്ടില്ല. ആൻഡ് സെല്ലിങ് അവർ ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഫ്യൂച്ചേഴ്സിൽ OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ് FASൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ ഒരു ലാർജായിട്ടുള്ള ബിയറിഷ് സെൻറ്റിമെൻ്റ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ആൻഡ് ഇനി പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ഡൊമസ്റ്റിക് നമ്മുടെ DASൻ്റെ ഭാഗത്ത് നിന്ന് നോക്കാൻ നേരത്ത് അവർ കുറച്ചൊന്ന് ലോങ് അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ചൊന്ന് ലോങ് ഹെവി ആയിരുന്നു. ബട്ട് അത്രയും ലോങ് പോയിട്ടില്ല. കുറച്ചൊന്ന് അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ കൺസോൾട്ടേഷൻ ആണെന്ന് മനസ്സിലായി. സെല്ലിങ്ങിൽ മീൻസ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവരൊന്ന് സെല്ലിങ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. ഈവൻ ഒരു 31,000 കുറച്ച് ഹെവി സെല്ലിങ് വന്നിട്ടുണ്ട്. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് എന്ന് പറയാം. കാരണം കോളൊന്ന് ലോങ്ങിലേക്ക് നല്ല വന്നിട്ടില്ല. ബട്ട് പുട്ട് അവർ ഡൗൺ ചെയ്തിട്ടുണ്ട് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ. ആൻഡ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സഡ് ആണ്. മീൻസ് FASൻ്റെ ഭാഗത്ത് നിന്ന് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ പോസിറ്റീവും ഓപ്ഷൻസിൽ അവർ നെഗറ്റീവും. DASൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസിൽ അവർ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആൻഡ് ഫ്യൂച്ചേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് തുടരുന്നു. ആൻഡ് ക്യാഷ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു FASൻ്റെ ഭാഗത്ത് നിന്ന് ഒരു -2,000 crore അടുത്ത് ഒരു സെല്ലിങ്ങും ആൻഡ് DAS നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്നു. പ്ലസ് 2,320 ബൈയിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീൻസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. നമുക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. മീൻസ് നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. മാർക്കറ്റ് നല്ലൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇനി ഒരു ഫോർവേഡ് ടൈം ഫ്രെയിം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മീൻസ് നല്ലൊരു ബ്രേക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നല്ല ഈ ഒരു ലെവലായിരുന്നു നമ്മൾ ബ്രേക്കൗട്ടിന് വേണ്ടി പറഞ്ഞത്. ബ്രേക്കൗട്ട് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, പിന്നെ അവിടെ നല്ല അപ്പായി. അപ്പോൾ ഇനി വേണമെങ്കിൽ ഈ ഒരു ലെവൽസിൽ ഒന്ന് റീടെസ്റ്റിന് വേണ്ടി ഒന്ന് ശ്രമിച്ചേക്കാം മേ ബി. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പ് കിട്ടണമെങ്കിൽ വലിയ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു ഹൈയിലേക്ക് പോകാനുള്ള ഈവൻ 23,000-ൽ നമുക്കറിയാം എല്ലായിടത്തും കോൾ അൺവൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു ഡിപ്പ് കിട്ടിയാൽ തന്നെ നമുക്ക് എന്താക്കാം, നമുക്ക് മേളിലേക്കുള്ള പൊസിഷൻസ് കുറച്ച് നോക്കണതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോഴും നിങ്ങൾ ലിമിറ്റഡ് ലോ സ്ട്രാറ്റജി വന്നാൽ ഇനി ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നാലും ഇവിടെ നിന്നൊരു ഫോള് വന്നാലും ഈ പറഞ്ഞ
പറഞ്ഞാൽ നമ്മുടെ ഇതിനെ അഫക്റ്റ് ആവില്ല. വൺസ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്നാൽ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള പ്രോഫിറ്റും നമുക്ക് കിട്ടും. അപ്പോൾ ആ കാര്യങ്ങൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ചെറിയ ഡിപ്പായിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾക്കത് ബൈയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അനാലിസിസിൽ നിന്ന് മനസ്സിലാകുന്നത് നിഫ്റ്റിയിൽ. കാരണം നിഫ്റ്റി 23,000 തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ആ ഒരു ബ്രേക്കൗട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം നമുക്കറിയാം ഇവിടെ നിന്ന് നല്ലൊരു ബുൾ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു ഡിപ്പ് കിട്ടണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെയും കൺസിഡർ ചെയ്യാം. ഈവൻ 49,500 ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റി എത്താനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രെൻഡ് മാക്സിമം കണ്ടിന്യൂ ചെയ്യും. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മാത്രമല്ല നിഫ്റ്റി എല്ലാ ഇൻഡൈസസിലൊക്കെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓൾമോസ്റ്റ് എല്ലാ പോസിബിലിറ്റീസ് ആയിട്ട് തന്നെ പോകണം, അൺലെസ് നമുക്ക് വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അതാണ് മാർക്കറ്റ് അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. സിമ്പിളായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു റീടെസ്റ്റിന് വേണ്ടി കിട്ടിയാൽ നല്ലൊരു എൻട്രീസിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അതല്ല എങ്കിൽ ഓൾറെഡി ആരെങ്കിലുമൊക്കെ ബുൾ കോൺട്ര പൊസിഷൻസിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കണ്ടിന്യൂ ചെയ്താൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾ ഒരു റീടെസ്റ്റ് മേ ബി ഒരു ചെറിയൊരു ഡിപ്പൊക്കെ കിട്ടണമെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഈ വീക്കും പോകും എന്ന് തന്നെ വിശ്വസിക്കുക. എന്തെങ്കിലും നെഗറ്റീവ് അൺലെസ് നമുക്ക് നെഗറ്റീവ് ന്യൂസോ ഗ്ലോബലി അങ്ങനെ വലിയ ബിഗ് നെഗറ്റീവ് ന്യൂസൊന്നും വന്നില്ലെങ്കിൽ മാർക്കറ്റ് ഒരു ട്രെൻഡ് ടു കണ്ടിന്യൂ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതാണ് നമുക്ക് ഡെയിലി മാർക്കറ്റ് അനാലിസിസിലൊക്കെ ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക മാത്രമല്ല, നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ മാതിരി നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോള് കാര്യങ്ങളൊക്കെ മാക്സിമം എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഈവൻ നോയാണെങ്കിലും നിങ്ങൾ നോ എങ്കിലും നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം നേരത്തെ തന്നെ സെറ്റ് ചെയ്യാനും നോക്കുക. വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമല്ല, സിമ്പിളായിട്ട് തന്നെ വലിയ ടേംസും ഇതൊക്കെ പറഞ്ഞ് കുറേ അലമ്പാക്കാനൊന്നുമല്ല. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു വലിയ കാര്യം പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഇതാക്കുക എന്നുള്ളതൊന്നുമല്ല. എല്ലാവർക്കും മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ആ ട്രേഡിങ് ജേർണി നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ഓൾറെഡി കുറേ പേര് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.